ചെയ്ത നമ്മുടെ മറിമായം കാര്യങ്ങളിലെ വലിയേട്ടനെ ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് നമുക്ക് ക്ഷണിക്കാം. മണികണ്ഠൻ ചേട്ടാ, നിങ്ങളുടെ വാക്കുകൾ കേൾക്കാനായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ കാത്തിരിക്കുകയാണ്. വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രമുഖർ, ആൽഫ പാലിയേറ്റീവ് യൂണിറ്റിൻ്റെ മുഴുവൻ പ്രവർത്തകരെ, ഞങ്ങളെ കാണാനും കേൾക്കാനും വന്നിരിക്കുന്ന വിദ്യാർത്ഥികളെ, കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. മറിമായത്തിലെ വലിയേട്ടൻ എന്നാണ് ബെബിന അഭിസംബോധന ചെയ്തത്. വെറുതെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞാലും ഇവരാരും കേൾക്കാറില്ല. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഒരുപാട് സമയം ചെലവഴിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കാറുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള പല ആളുകളും ഇത്തരം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. പലപ്പോഴും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ചെലവഴിക്കാറുണ്ട്. ഇന്ന് നിർഭാഗ്യവശാൽ വേറെയും കുറേ പരിപാടികൾ ഉള്ളതുകൊണ്ട് നമുക്ക് അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റാതെ വന്നതിൽ ഉള്ള ഖേദം ആദ്യമേ അറിയിക്കട്ടെ. എന്തായാലും ഇവിടെ വരാനും നിങ്ങളെല്ലാവരെയും കാണാനും ഒക്കെ കഴിഞ്ഞത് ഒരു സിനിമ സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ആ സിനിമ 26-ാം തീയതി തിയേറ്ററിലെത്തുകയാണ്. അവിടെ നിങ്ങളടുത്തുള്ള എല്ലാ തിയേറ്ററുകളിലും ഉണ്ടാകും. കഴിയുന്ന ആളുകൾ, മറിമായൊക്കെ കാണുന്ന ആളുകൾ സിനിമ പോയി കാണണം, വിജയിപ്പിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാറുള്ളത്. ഒപ്പം ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും പങ്കാളിയാകുന്നതിന് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. ഇനി തുടർന്നുമുള്ള പ്രവർത്തനങ്ങളൊക്കെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരാനും സഹകരിക്കാനും ഞങ്ങൾ ഒരുക്കമാണ് എന്ന് ഈ അവസരത്തിൽ പറയുക. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കാൻ ശേഷിയുള്ള ആളാണ് സലീം ഹസനും വിനോദ് കോവൂരുമൊക്കെ. വിനോദിനൊക്കെ ഇത്രയും ആളുകളെ ഒന്നിച്ച് കണ്ടാൽ വിനോദ് എല്ലാവരും രസിപ്പിച്ചുകൊണ്ടിരിക്കും. അതിനൊന്നും ഒരു മുഴുക്കും കാണിക്കാത്ത ആളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് സമയം വളരെ വൈകിയതുകൊണ്ട് അദ്ദേഹവും കലാപരിപാടികളൊക്കെ ചുരുക്കാനാണ് സാധ്യത. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ആൽഫ പാലിയേറ്റീവ് യൂണിറ്റിൻ്റെ 7ാം വാർഷികത്തിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും അടുത്തതായി നമ്മളോട് സംസാരിക്കാൻ എത്തുന്നത് ശ്രീ സലീം ഹസനാണ്. നമ്മുടെ സിനിമയിലെ നായകൻ. ഒരു പുതിയ പ്രതീക്ഷകളുമായിട്ട് നിൽക്കുവാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ഏറെ കാലമായിട്ടുള്ള പ്രതീക്ഷയാണ് ഈ സിനിമയിലെ സ്ക്രിപ്റ്റ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തന്നെ സംഭവങ്ങളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ സലീം ഹസനെ നല്ലൊരു കയ്യടിയോടെ നമുക്ക് അനുഗ്രഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഇതിൻ്റെ പ്രസിഡന്റ്, വേദിയിലും സദസ്സിലുമിരിക്കുന്ന ബഹുമാന്യരെ, എൻ്റെ മുന്നിലിരിക്കുന്ന മാതാപിതാക്കളെ, കൊച്ചുമക്കളെ, സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. മണിയേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നേരം ഇവിടെ ചെലവഴിക്കാൻ
മണിക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞ ആലപ്പുഴയിൽ നിന്ന് പോകുന്നത്. കാരണം ഈ പ്രോഗ്രാമിൽ നിന്ന് വന്ന് പങ്കെടുക്കുക എന്നുള്ള ഒരു നിർബന്ധം എൻ്റെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് വരും പരിപാടികളിൽ ഒരു ദിവസം മുഴുവൻ നിങ്ങളോടൊപ്പം ചെലവഴിക്കാനും പങ്കിടാനും ഒക്കെ ഞങ്ങൾക്ക് ഇവിടെ വരാൻ ആഗ്രഹമുണ്ട്. അതിന് അവസരമുണ്ടാക്കി തരും എന്ന പ്രതീക്ഷയോടെ നിങ്ങളോടൊക്കെ ക്ഷമാപണം നടത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഈ ചടങ്ങിൽ നിന്നും പെട്ടെന്ന് വിരമിക്കുന്നതാണ്. ഒരു പ്രദേശത്ത് ദുഃഖം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്താനും ഇപ്പോൾ ആരോഗ്യമുള്ള നമ്മളുടെ അവസ്ഥ നാളെ എന്താണെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാതെ നമ്മളും ആ അവസ്ഥയിലെത്തും. അപ്പോൾ ഇപ്പോൾ അത്തരം അവസ്ഥയിലെത്തിയേക്കുന്നവരെ സഹായിക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ, സമൂഹത്തിൻ്റെ ചുമതലയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് വേദനിക്കുന്നവർക്ക് ആശ്വാസമായ ഈ പാലിയേറ്റീവ് സംഘടന അതിശക്തമായി പ്രവർത്തിച്ച് കൊടുങ്ങല്ലൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വേദനിക്കുന്ന മനുഷ്യരിലേക്ക് എല്ലായിടത്തും എത്താൻ കഴിയട്ടെ. വേദനിക്കുന്ന മനുഷ്യർ കുറഞ്ഞു വരട്ടെ, നിങ്ങളുടെ ജോലിഭാരം കുറയട്ടെ എന്നൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്തും പ്രമോഷന് ഇന്ന് വരെ പോയിട്ടില്ല. ഇനി പോകാനൊട്ട് സമയവുമില്ല. സിനിമ ആരോഗ്യമുള്ളവരും സമയമുള്ളവരൊക്കെ പോയി കാണുക, വേദന അനുഭവിക്കുന്നവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സിനിമ വിജയകരമായ, നിങ്ങൾക്ക് കയ്യെത്തി തൊടാൻ കഴിയാത്ത താരങ്ങളല്ല, നിങ്ങളെ ചേർത്ത് നിർത്താൻ കഴിയുന്ന പച്ച മനുഷ്യരാണ് ഞങ്ങൾ, സാധാരണക്കാരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഈ ഉദ്യമത്തിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇത് വിജയിച്ചാൽ ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും, നിങ്ങളുടെ സഹോദരങ്ങളായി. അത് മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം. നമുക്കിനി നിയാസ്ഖാനെ വിളിക്കാം. നിയാസ്ഖാനെ നല്ല കയ്യടിയോടുകൂടി നമ്മളോട് സംസാരിക്കും. കയ്യടിക്കാൻ എനിക്ക് പറയണ്ട, കയ്യടിക്കാൻ അതിന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വലിയ ഏതാണ്ട് ചൂടാകും. അതുകൊണ്ട് മാത്രമാണ്